കെ ശൈലജയെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ആർഎംപി നേതാവ് കെ.എസ്. ഹരിഹരന്റെ വാക്കുകൾ വിവാദമായതോടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആർഎംപിയും യുഡിഎഫും. ഹരിഹരന്റെ വാക്കുകളെ തള്ളിപ്പറഞ്ഞെങ്കിലും നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും ഒരുപോലെ അപമാനിക്കുന്ന ആർഎംപി നേതാവ് കെ.എസ്. ഹരിഹരന്റെ വാക്കുകൾക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും നിർദ്ദേശപ്രകാരം നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായി കെ.എസ്. ഹരിഹരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ഈ പോസ്റ്റിൽ തന്നെ സ്വയം തെറ്റ് മനസ്സിലാക്കി തിരുത്തിയതായി ഹരിഹരൻ പറയുന്നില്ല. അതേസമയം ഹരിഹരന്റെ വാക്കുകളെ തള്ളി കെ രമ MLA-യും മുന്നോട്ട് വന്നു. എന്നാൽ നിർവ്യാജ ഖേദപ്രകടനം നടത്തിയ സാഹചര്യത്തിൽ അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നായിരുന്നു രമയുടെ വാക്കുകൾ. ആർഎംപി ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുക്കുകയാണ്. ഞങ്ങളതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല, പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയുന്നു എന്നുള്ള ഏറ്റവും മാതൃകാപരമായൊരു നിലപാടാണ് ആർഎംപി ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ പരാമർശം നടത്തിയ വ്യക്തിയും ഈ പരാമർശം തെറ്റായിപ്പോയി എന്നും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിലപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹരിഹരന്റെ പരാമർശത്തെ തള്ളി DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും രംഗത്ത് വന്നു. ഹരിഹരന്റെ പരാമർശം ഒരിക്കലും അംഗീകരിക്കില്ലെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമായിരുന്നു പ്രവീൺ പറഞ്ഞത്. ഹരിഹരനെ തള്ളി ഷാഫി പറമ്പിലും രംഗത്ത് വന്നു. പരാമർശം 100% അനുചിതമാണെന്നായിരുന്നു ഷാഫി പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ ഇത്തരം പ്രതിഷേധ വാക്കുകളല്ലാതെ ഹരിഹരനെതിരെ നടപടിയെടുക്കാൻ RMPI നേതൃത്വമോ UDFോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു സ്ത്രീയെ അപമാനിക്കാൻ മറ്റൊരു സ്ത്രീ ശരീരം വെച്ച് പോൺ വീഡിയോ ഉണ്ടാക്കിയാൽ വിശ്വാസയോഗ്യമാവുമെന്ന് പറയുന്ന സാംസ്കാരിക അധപതനത്തെ തീർത്തും തള്ളിമാറ്റാൻ RMPI നേതൃത്വമോ പ്രതിപക്ഷ നേതാവടക്കമുള്ള UDF നേതൃത്വമോ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.